അല്ല, അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം പ്രകടനം നടത്തിയതായി ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. വനം വകുപ്പ് വന്യജീവി സംഘർഷം തടയുന്നതിന് ദീർഘകാലാടിസ്ഥാനത്തെ പരിപാടികൾ നടപ്പിലാക്കുന്നതിന് ലക്ഷ്യം കണ്ടിട്ടില്ല. അതൊരു ശരിയായ കാര്യമാണ്. അപ്പോൾ ഗവർണറുടെ ഒരു പ്രതികരണത്തിൻ്റെ മറുപടി എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് ഞാൻ വരുന്നില്ല. നമ്മൾ ശാശ്വത പരിഹാരത്തിന് ഇനിയും വേണ്ടത്ര കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുകയാണ്. ഇതിപ്പോൾ ഒരു സൗഹൃദ സംഭാഷണത്തിലുണ്ടായ കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ അതിനെപ്പറ്റി ഒരു പ്രതികരണം നടത്തുന്നത് ഒരു ഉചിതമായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനൊരു പ്രതികരണം ഗവർണറുടെ ഒരു പ്രതികരണം നടത്തുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കൃത്യമായ രീതിയിൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്നതായിരുന്നു ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായ സ്റ്റേറ്റ്മെന്റ്. അല്ല, അത് ഗവർണർ എൻ്റെ ഫോറസ്റ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് അനൗപചാരിക ചർച്ചയാണ്. സംസാരിച്ച കാര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടത്ര അദ്ദേഹം ഉദ്ദേശിച്ച വിധത്തിൽ നമ്മൾ ശാശ്വത പരിഹാരത്തിലുള്ള കാര്യങ്ങളായിട്ടില്ലല്ലോ. കാരണം അദ്ദേഹം നേരത്തെ അവിടെ വനം വകുപ്പ് മന്ത്രിയൊക്കെ പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ള ആളാണല്ലോ. ആ അനുഭവ സമ്പത്തൊക്കെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി ചെയ്യാനുള്ള ഉപദേശം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കും. അല്ല, അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുക. അദ്ദേഹം അനുഭവ സമ്പത്തുള്ളൊരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ലേ. അദ്ദേഹം സൗദ്ദേശത്തോടു കൂടിയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൗദ്ദേശത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ച് ഒരു തർക്കം ഗവർണറും അനുഭവപ്പം തമ്മിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹത്തിന് അനുഭവ സമ്പത്തുള്ളത് വെച്ച് അങ്ങനെ മതിയോ എന്നൊരു ആശങ്ക അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാകും. ആ ആശങ്ക അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ പരസ്പരം പങ്കുവച്ചിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. അങ്ങനെ മതി എന്നാരും പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് ശാശ്വത പരിഹാരമല്ലേ വേണ്ടത്. പക്ഷേ ശാശ്വത പരിഹാരത്തിനാണ് കുറേ പ്രശ്നങ്ങൾ. കാരണം അതിന് ഒരു വലിയ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ വേണം. ആ പദ്ധതികളാണ് നമ്മൾ 2021 ഞാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ആദ്യം ചെയ്തത്. ഒരു സമഗ്രമായ ദീർഘകാല പദ്ധതിയുടെ വിശദമായ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി ആ പ്രോജക്റ്റ് 620 കോടി രൂപയുടെ ചെലവ് വരുന്ന പ്രോജക്റ്റാണ്. ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെ ക്യാബിനറ്റ് മന്ത്രിയെ കണ്ടുകൊടുത്തു. പക്ഷേ നാളിതുവരെ ഏറ്റവും അനുകൂലമായൊരു സ്വഭാവം ഉണ്ടായില്ല. അപ്പോൾ ഗവർണറുടെ ഉള്ള സ്വാധീനം ഉപയോഗിച്ച് ആ കാര്യത്തിലൊക്കെ ഒരു സഹായകമായ നിലപാട് അദ്ദേഹം സ്വീകരിക്കുമല്ലോ. അത് നമുക്ക് നല്ലതാണ് എന്ന് കരുതുന്ന ആളാണ് ഞാൻ. ഇല്ലില്ല, ഗവർണർ പറയാത്ത കാര്യം നമ്മൾ അല്ല. അത് ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് എനിക്ക് ഈ വാർത്തയിലൂടെയുള്ള ഒരറിവല്ലാതെ വേണ്ടത്ര അറിവ് എനിക്കില്ല. അപ്പം അതിനു മുമ്പേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, പക്ഷേ ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ സ്വാഗതം ചെയ്യുന്നത് ദീർഘകാലാടിസ്ഥാന പദ്ധതികൾ പൂർത്തിയാക്കാനും അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനും ഉള്ള താമസമുണ്ട്. അത് ലക്ഷ്യം കൈവരിച്ചിട്ടില്ല. പക്ഷേ അപ്പോൾ എനിക്കുള്ളൊരു ഗുണപരമായ കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കിട്ടിയത് അദ്ദേഹം വനം വകുപ്പിൻ്റെ ചുമതലക്കാരനായി ദീർഘകാലം അധികാരത്തിലിരുന്നൊരു ഉന്നതനായ രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അതറിയാൻ ഞാൻ ശ്രമിക്കും. അല്ല, അതെങ്ങനെയായാലും അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കും, ഏത് വഴിയായാലും. കാരണം അത് നമ്മുടെ പ്രവർത്തനത്തിന് കൂടുതൽ സഹായകമാകുമെങ്കിൽ ഗവർണർ ക്യാൻ അഡ്വൈസ് എനി മിനിസ്റ്റർ, ഇല്ലേ? അദ്ദേഹത്തിന് ഉപദേശം തരാനുള്ള അവകാശമുള്ളൊരു പദവിയിലിരിക്കുന്ന ആളല്ലേ. അത് ഞാൻ ആ ഒരു ഉപദേശമായി സ്വീകരിക്കുന്നു. അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഉപദേശമായി ഞാനതിനെ കാണുന്നു. അല്ല, വയനാട്ടിൽ നമ്മൾ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയാണ് കടുവയെ വെടിവെക്കാനുള്ള തീരുമാനവുമായി മുമ്പോട്ട് പോയത്. അടുത്ത ഘട്ടം അവിടെ ഇനിയും മറ്റു തരത്തിലുള്ള വന്യജീവികളുടെ സാന്നിധ്യം കണ്ടതായി
പല ഭാഗങ്ങളിൽ നിന്നും ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു തീവ്ര പരിശോധനാ പരിപാടി ഓപ്പറേഷൻ വയനാട് 2 എന്ന പേരിൽ നടപ്പിലാക്കാൻ 28-ാം തീയതി അതെ അല്ല മെഞ്ഞാന്നല്ലേ വയനാട്ടിൽ പോയത്? ഇന്നലെ അല്ല മെഞ്ഞാന്ന് 27 ആദ്യം 27-ന് കൂടി, പിന്നെ 28-ന് കൂടി. 28 ഇന്നലെയല്ലേ? അപ്പോൾ 27-നും 28-നും ഞാൻ വയനാട്ടിൽ പോയി. 28-ാം തീയതിയാണ് ഈ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയത്. ആ ആക്ഷൻ പ്ലാൻ എത്രത്തോളം പ്രാവർത്തികമായി, അതിൻ്റെ ഔട്ട്കം എന്താണ്, ഇതൊരു മോണിറ്ററിങ് യോഗമാണ്. ആ മോണിറ്ററിങ് നടത്തുന്നതിൻ്റെ ഭാഗമായി ഇന്ന് 29-ന് യോഗം ചേരും എന്ന് ഞാൻ അന്ന് അവിടെ തന്നെ പറഞ്ഞിരുന്നു. ഓൺലൈനായിട്ടാണ് ആ യോഗം നടത്തുന്നത്. അപ്പോൾ റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടും. അവരുടെ ഒരു 2-3 ദിവസത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ, കൂടുതൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ഇത് വയനാട്ടിൽ മാത്രം ഒതുക്കിയാൽ മതിയോ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വയനാട്ടിൽ മാത്രം പോരാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റു സ്ഥലത്ത് ഈ മോഡൽ തന്നെ അപ്ലിക്കബിളാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. അത് തികച്ചും ഡിപ്പാർട്ട്മെൻറ്റിലായ ആക്ഷനുമായി ബന്ധപ്പെട്ട മീറ്റിംഗാണ്. അതിന് ഞാൻ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് K. സുധാകരൻ്റെ പ്രസംഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഫെൻസിങ് കെട്ടി നോക്കി, വന്യമൃഗങ്ങൾ വന്ന് അത് തകർത്തു. ഞാൻ മതിൽ കെട്ടി, വന്യമൃഗങ്ങൾ വന്നത് തകർത്തു. ഞാൻ ട്രഞ്ചുകൾ കുഴിപ്പിച്ചു, അത് വന്യമൃഗങ്ങൾ തകർത്തി, അത് നികത്തി. ഞാൻ ഫെൻസിങ്ങുകൾ കെട്ടി, ഇലക്ട്രിക്കൽ ഫെൻസിങ് നടത്തി, രക്ഷയില്ല. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കാലത്ത് മുതൽ ചെയ്തു വന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഈ അനുഭവമുള്ളവരെല്ലാം നമുക്ക് അങ്ങനെ ഇപ്പോൾ ഒടുവിലെത്തിയിരിക്കുന്നത് സോളാർ ഹാങ്ങിങ് ഫെൻസിങ് കെട്ടിയാൽ കുറേയേറെ ഒരു പരിധി വരെ ഇത് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അവിടത്തേക്ക് ഞങ്ങളും ആദ്യം അതാ ചെയ്തത്, മതിൽ കെട്ടി ഇതൊക്കെ നടത്തി. പക്ഷേ അതൊന്നും ഫലപ്രദമായില്ല. പിന്നെ ഏറ്റവും ഒടുവിലെത്തിയതാണ്, എന്നാൽ ഭാരിച്ച ചിലവുള്ളതാണെങ്കിലും അത് കെട്ടി. അതിപ്പോൾ നമ്മൾ കേരളത്തിലെ മിക്കവാറും എല്ലാ ഡിവിഷനുകളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി തന്നെ പുരോഗമിച്ചു വരുന്നുണ്ട്. മാർച്ച് 31 ആകുമ്പോഴേക്കും നല്ലൊരു ശതമാനം പ്രദേശങ്ങളിൽ ഈ സോളാർ ഹാങ്ങിങ് ഫെൻസിങ്ങുകൾ സ്ഥാപിക്കാൻ വേണ്ടി കഴിയും. അതിലെന്താ പ്രശ്നം? അവർ തമ്മിൽ സംസാരിച്ചതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ തമ്മിൽ ഷെയർ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അവർ തമ്മിൽ അല്ല, തൃപ്തനല്ല എന്നുള്ള വാക്കൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ കുറച്ചും കൂടി വേണ്ടത്ര ലക്ഷ്യം കൈവരിച്ചിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ കമൻസ് പറഞ്ഞു എന്നല്ലാതെ അതൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരെയുള്ള വിമർശനമായിട്ടോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. കാരണം അദ്ദേഹം എന്നെക്കാൾ ഈ വനം വകുപ്പ് കൈകാര്യം ചെയ്ത് അനുഭവ സമ്പത്തുള്ള ഒരു വലിയ രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കമൻസ് അല്ലാതെ ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടി ആ ഒഫീഷ്യൽ മീറ്റിങ്ങിലെ ഒരു ഡിസ്കഷൻ്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേർന്ന നിഗമനമല്ല. ഒരു വർത്തമാനത്തിൽ അദ്ദേഹത്തിന് വേണ്ടത്ര തൃപ്തി തോന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതൃപ്തിയായിട്ടല്ല, അദ്ദേഹത്തിന് അങ്ങനെ എന്തും കൊണ്ടൊക്കെ അദ്ദേഹം അറിയിക്കും. രേഖാമൂലം തന്നെ അദ്ദേഹത്തിന് അങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും ഔദ്യോഗികമായി തന്നെ അദ്ദേഹത്തിന് പിന്നെ റിപ്പോർട്ട് തേടാനും വിശദീകരണം ചോദിക്കാനും ഒക്കെ അധികാരമുള്ള സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ. അതിനെ നമ്മൾ തന്നെ വേറെ സ്ഥലത്ത് കാണുന്നത്. അല്ല, അതിലൊരു നല്ല ഉപദേശമുണ്ട്. ഞാൻ ശ്രദ്ധിക്കണമെന്നാണല്ലോ പറഞ്ഞത്. ശ്രദ്ധിക്കണമെന്ന് ആര് പറഞ്ഞാലും ശ്രദ്ധിക്കൂല എന്ന് നിഷേധാത്മക നിലപാടെടുക്കേണ്ട കാര്യമുണ്ട്. അത് പറയുന്ന ആളെ നോക്കണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് പോരാ. ആ പോരെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? എവിടെയെങ്കിലും പോരായ്മയുണ്ടോ എന്ന് നോക്കണം, പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കണം. അതിനെന്തിനാണ് നമ്മൾ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നത്?
അല്ല, ആ ഗൗരവത്തിൽ ആ ചർച്ച വന്നിട്ടില്ല. അങ്ങനെ ഗവർണറുടെ വന്ന് ഒരു വകുപ്പിനെക്കുറിച്ച് പരിശോധന അല്ല, അവരവിടെ നിന്നല്ലേ കണ്ട്. അല്ല, റിപ്പബ്ലിക് സ്ഥലത്തല്ലേ, റിപ്പബ്ലിക് പതാക ഉയർത്തുന്ന സ്ഥലത്ത് കണ്ടപ്പോൾ സംസാരിച്ച കാര്യമാണ്. അതൊരു വിളിച്ചു വരുത്തലോ ചോദ്യം ചെയ്യലൊന്നല്ല. ചോദിച്ചു, അപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാകും. അതിലത് സംസ്ഥാന ഗവൺമെൻറ് എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു ഔദ്യോഗികമായ ഒരു ചർച്ചയോ അഭിപ്രായ പ്രകടനങ്ങളോ നിർദ്ദേശങ്ങളോ ഒന്നും തന്നിട്ടില്ല. അദ്ദേഹം നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളെ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ കണ്ട് തീരുമാനമെടുക്കും.